ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വന്യനായ റമ്പാച്ചൻ, സ്നേഹം നിറഞ്ഞ അച്ഛന്മാരെ, സഹോദരങ്ങളെ, ഷമാശന്മാരെ, കുഞ്ഞുങ്ങളെ, ഈ പരിശുദ്ധ പരിമള തിരുമേനയുടെ സന്നിധാനത്തിങ്കൽ ദൈവം മുൻപാകെ നാം വന്ന് അണഞ്ഞിരിക്കുകയാണ്. പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായിട്ട്, സ്വർഗീയ ബലിയിൽ സംബന്ധിക്കുന്നതിനുമായിട്ട്. ഈ സമയത്ത് നമ്മുടെ ചിന്തയ്ക്കുന്ന വായിച്ച എവങ്കേലിയോൻ വിശുദ്ധ ലൂക്കോസ് എവങ്കേലിസ്ത എഴുതിയ നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകര സുവിശേഷം 6-ാം അധ്യായം 37 മുതൽ 41 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മുടെ ചിന്തയ്ക്കായിട്ട് വയ്ക്കാമെന്ന് കരുതുകയാണ്. അവിടെ ആദ്യമായി പറഞ്ഞ് തുടങ്ങുന്നത് തന്നെ വിധിക്കരുത് എന്നുള്ള നമ്മളോടുള്ള വാണിങ്ങോടുകൂടിയാണ്. എന്നാൽ നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റം ചുമത്തരുത്, എന്നാൽ നിങ്ങളും കുറ്റം ചുമത്തപ്പെടുകയില്ല. വീണ്ടും എടുത്തു പറയുന്നു, ക്ഷമിപ്പീൻ, അമർത്തി കുലിക്കുക, ഫലം നിങ്ങൾക്ക് കിട്ടും. ഇന്നത്തെ കാലത്തെ ക്ഷമ എന്ന് പറയുന്നതൊരു ബലഹീനത ആയിട്ട് നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും രാഷ്ട്രത്തിലുമൊക്കെ കാണാം. പക്ഷേ അതിന് അമർത്തിക്കുലുക്കിയതായ ഒരു ഫലമുണ്ടാകുമെന്നാണ് നമ്മുടെ കർത്താവ് നമ്മളോട് പറയുന്നത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർക്കുക. വീണ്ടും ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന സംഗതി എന്താ അറിയാമോ? നീ മറ്റുള്ളവർ വിധിക്കുന്നതിനെക്കുറിച്ച് അന്നത്തെ ഒരു പഴഞ്ചൊല്ല പറയുന്നത്, നിന്റെ കണ്ണിൽ കോലിരിക്കെ സഹോദരനോട് നിന്റെ കണ്ണിലെ കരട് എടുത്തു കളയാം എന്ന് പറയരുത് എന്ന്. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ നമുക്കൊക്കെ പറയുന്നതിനേക്കാൾ കൂടുതലുള്ള കാലത്ത് ഒളിഞ്ഞും തെളിഞ്ഞും വരുന്ന മനുഷ്യനെ ഹിംസിക്കുന്ന, മനുഷ്യനെ തമസ്കരിക്കുന്ന ഒരു സമൂഹത്തിൽ ഇത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. വിധിക്കരുതെന്നും അതുപോലെ തന്നെ മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം ചുമത്തരുതെന്നും പറയുന്നത്, ഇത് പലപ്പോഴും പലതും അറിഞ്ഞും അറിയാതെ നമുക്കൊരു രസത്തിന് ചെയ്യുന്നത്. പൂച്ചയുടെ മുമ്പിൽ കിട്ടുന്ന എലിയെ കളിപ്പിക്കുന്നത് പോലെ കളിപ്പിക്കാനൊരു സുഖം ഇതാണ് കാണുന്നത്. ഇതിനെക്കുറിച്ച് കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഐതിഹ്യമാലയിൽ ഒരു കഥ പറയുന്നു. കൊട്ടാരത്തിൽ ശങ്കുണ്ണി എന്ന് പറയുമ്പോൾ നിങ്ങളാരും മനപ്രയാസപ്പെടേണ്ട. ആരാധനക്രമം സുറിയാനിയിൽ നിന്ന് മലയാളത്തിലേക്ക് പരിവർത്തനം ചെയ്തു തുടങ്ങിയ കാലത്ത് ആരാധനക്രമം ഭംഗിയാക്കുന്ന സമയത്ത് പരിശുദ്ധൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി. അതുപോലെ തന്നെ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയൊക്കെ, അങ്ങനെ നീണ്ട ലിസ്റ്റുണ്ട്. അദ്ദേഹം ഒരു വലിയ സാഹിത്യകാരനും എഴുത്തുകാരനും ഒക്കെ ആയിരുന്നു. അദ്ദേഹം ഐതിഹ്യമാലയിൽ പറയുന്നുണ്ട്, പാഖനാരെന്ന് പറയുന്ന ഒരാൾ തൻ്റെ ഭാര്യയുമായിട്ട് നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ കണ്ടത്തൻ വരമ്പിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ, അന്ന് തീണ്ടലും തൊടിയിലുമുള്ള കാലമാണ്. നടന്നു പോകുമ്പോൾ ഒരു വലിയ നമ്പൂതിരി വരുന്ന കണ്ടുകൊണ്ട് പാക്കനാർ പാടത്തേക്ക് ഇറങ്ങി നിന്നു. ഉടനെ ഭാര്യ പറഞ്ഞു, ഈ അസത്ത് വരുന്ന കണ്ടിട്ട് എന്തിനാണാവോ പാടത്തിലോട്ട് ഇറങ്ങിയത് എന്ന് ചോദിച്ചു. അതിൻ്റെ മറുപടി എന്താണെന്നറിയാമോ? എടി, ഒരട്ട ഉണ്ടായിരുന്നു മിച്ചം, ആ അട്ടയെ നിനക്ക് കിട്ടി. അതോടെ അവൻ്റെ ശല്യവും തീർന്നു. അപ്പം ഭാര്യ ചോദിച്ചു, എന്താ വിഷയം എന്ന് ചോദിച്ചപ്പോൾ വീട്ടിൽ ചെന്നപ്പം പറയുന്നുണ്ട്, ഈ നമ്പൂതിരി എല്ലാവർക്കും സദ്യ ഒരുക്കിയ കൂട്ടത്തിൽ നമ്പൂതിരിമാരെ എല്ലാം സദ്യയ്ക്ക് വിളിച്ചെത്തിയപ്പോൾ അറിയാതെ ഒരു അട്ട പായസത്തിൽ വീണു. ആ പായസം അട്ടയെടുത്ത് വിളമ്പിക്കോട്ടെ എന്ന് വേലക്കാർ ചോദിച്ചപ്പോൾ എന്നാൽ ആകാം എന്ന് പറഞ്ഞു. അന്നേരം സ്വർഗത്തിൽ ദൈവം കരുതിയത്ര ഒരു കൊട്ട അട്ട അവന് അങ്ങ് ചെല്ലുമ്പോൾ തിന്നാൻ. ഇത് അവിടുത്തെ കണക്കുള്ള താഴമെന്ന് പറഞ്ഞു. ഉറക്കത്തിൽ, നിനക്കവിടെ ഒരു കൊട്ട അട്ട ഇരിപ്പുണ്ട്, അതിൽ രക്ഷപ്പെടാൻ എന്താണ് സൂത്രവടിയും ചോദിച്ചപ്പോൾ, മോശമായ ജീവിതം നയിക്കുന്നു എന്ന് അതിനെക്കുറിച്ച് അവിടെ വിശദീകരിക്കുന്നു എന്ന രീതിയിൽ നീ ജീവിക്കുമ്പോൾ എല്ലാവരും നിന്നെ കളിയാക്കും. നീ നല്ല ജീവിതം നയിക്കുന്നവനാണെന്നറിയാം. അതുകൊണ്ട്
നീ അതിനനുസരിച്ച് പെരുമാറിക്കോ എന്നൊരു വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കരുതിയ കൊട്ട ഇവനെ കളിയാക്കിയ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും കിട്ടി അവസാനം കിട്ടിയതാണ് പാക്കനാരുടെ ഭാര്യയ്ക്ക്. ഞാനും നിങ്ങളും വിധിക്കുമ്പോൾ ഇതുപോലെ ചില അട്ടകളെ തിന്നേണ്ടി വരും. ഞാനും നിങ്ങളും കുറ്റം വിധിക്കുമ്പോൾ ഇതുപോലെ ചില അട്ടകളായിരിക്കണമെന്നില്ല, മറ്റും ചുമക്കേണ്ടി വരും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും, അത് അമർത്തിക്കുലുക്കി തന്നെ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അത് പലിശയോടുകൂടെ. അതുകൊണ്ട് നാം പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നാം വിധിക്കാനും കുറ്റപ്പെടുത്താനും ആര് എന്ന് ചിന്തിക്കേണ്ടത്, കുരിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യേണ്ടത് ദൈവം തമ്പുരാനാണ്. മുളന്തുരുത്തി പള്ളിയിൽ ഇരുന്ന ഒരു അച്ഛനെക്കുറിച്ച് കുടുംബത്തിൽ അകന്നൊരു ബന്ധത്തിൽപ്പെട്ട ഒരാൾ കുറ്റം പറഞ്ഞപ്പോൾ ഒരു കൽപ്പനയങ്ങ് ചെന്നു, നീ ആരാടാ അച്ഛനെ വിധിക്കാൻ? അച്ഛനെ വിധിക്കാനും ശിക്ഷിക്കാനും സ്വർഗത്തിലും ഇവിടെയും ആളുണ്ട്, നിന്നോടാരെങ്കിലും പറഞ്ഞോ അങ്ങനെ ചെയ്യാനെന്ന്? മോശ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശുദ്ധനെ പോലെയും അല്ലെങ്കിൽ ദൈവജനത്തെ അടിമത്തത്തിൽ നിന്ന് കൊണ്ടുവന്നവനാണ്. അദ്ദേഹത്തിൻ്റെ 40 വർഷത്തെ ജോലി എന്ന് പറയുന്നത് ആടിനെ മേയ്ക്കലായിരുന്നു. ആടിനെ മേയ്ക്കുന്നിടത്തു നിന്നാണ് ഇങ്ങോട്ട് വിളിച്ച് ദൈവജനത്തെ നയിക്കുവാൻ 20 ലക്ഷത്തിൽ ചെല്ലുവാനും ജനമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഓരോരുത്തരുടെയും മുൻകാല ജീവിതത്തെക്കുറിച്ച് ചികഞ്ഞു മാന്തി അവഹേളിക്കുന്ന സംവിധാനം നിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതെൻ്റെയും നിങ്ങളുടെയും ചുമതലയിൽപ്പെട്ടതല്ല. നമ്മുടെ ഏറ്റവും ശ്രേഷ്ഠനും സഭയുടെ കൊമ്പിനെ ഉയർത്തിയനുമായ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി, അദ്ദേഹം ഒരു അഞ്ചൽ ശിപ്പായി ആയിരുന്നു എന്ന് അദ്ദേഹം തന്നെ എഴുതി വച്ചിട്ടുണ്ട്. തോമാസ് ലീഹ വന്നത് കൊട്ടാരം പണിയാനാണ്, പക്ഷേ സ്വർഗത കൊട്ടാരം പടുതു. അതുകൊണ്ട് പലപ്പോഴും നവമാധ്യമങ്ങളിൽ വരുന്നതായ ആക്ഷേപസ്വരങ്ങളും പരിഹാസങ്ങളും തിരിച്ച് എനിക്കും നിങ്ങൾക്കും വിധിയായി തീരുവാനിടവരരുത്. നാം ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ജ്ഞാനത്തിന് ഇത് മതിയാകും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവം തമ്പുരാൻ എന്നെ നിങ്ങളെയും തൻ്റെ അദൃശ്യമായ വലുതർക്കർ നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.